UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭ പെൻഷൻ തട്ടിപ്പ് കേസിൽ നഗരസഭാ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും ഗുരുതര വീഴ്ചയെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ തുകകൾ അഖിൽ ഫയലുകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വാദം തെറ്റ്. അഖിലുമായി നഗരസഭയിൽ നടത്തിയ തെളിവെടുപ്പിലാണ് വിജിലൻസിന്റെ കണ്ടെത്തലുകൾ. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? UDF ഭരണസമിതി എങ്ങനെയൊക്കെയാണ് ആ തട്ടിപ്പിന് കൂട്ടുനിന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് സമഗ്രമായിട്ടൊന്ന് പരിശോധിക്കാം. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. എനിക്ക് തോന്നുന്നു അവസാനമായി നമ്മൾ തമ്മിൽ കണ്ടത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദിവസമായിരുന്നു. ഇന്നിപ്പോൾ തിരികെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് UDF പറഞ്ഞിരുന്നത് അവർക്കൊരു പങ്കുമില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടേയില്ല എന്നായിരുന്നു. പക്ഷേ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് സനോജ്? മനു, അഖിൽ സി വർഗീസ് കോട്ടയം നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം 2,39,00,000 രൂപയാണ് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട പെൻഷൻ തുക തട്ടിയെടുത്തത്. ഈ പെൻഷൻ തുക 2,39,00,000 രൂപ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്തിട്ട് നഗരസഭാ ഭരണസമിതി അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്തെ വ്യക്തത വരുന്നതിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ സി വർഗീസിനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിജിലൻസ് സംഘം പിടികൂടുകയും പിന്നീട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ വിജിലൻസ് അപേക്ഷ സമർപ്പിക്കുകയും കസ്റ്റഡിക്ക് വേണ്ടി 7 ദിവസമാണ് ആവശ്യപ്പെട്ടത് എങ്കിൽ കൂടിയും 5 ദിവസം വിജിലൻസ് കോടതി അനുവദിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽ സി വർഗീസുമായി ഇപ്പോൾ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അഖിൽ സി വർഗീസ് തട്ടിപ്പ് നടത്തിയത് UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അഖിൽ സി വർഗീസിനെ അദ്ദേഹം ജോലി നോക്കിയിരുന്ന ടേബിളിന്റെ മുമ്പിൽ എത്തിച്ച് കമ്പ്യൂട്ടർ വിശദമായി പരിശോധിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹം കൃത്യമായ രീതിയിൽ പണം വകമാറ്റി എന്നതിനെ സംബന്ധിച്ചുള്ള രേഖകൾ നഗരസഭാ സെക്രട്ടറിയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. അദ്ദേഹം ഈ തുക വകമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ആരെയും ധരിപ്പിച്ചിരുന്നില്ല എന്ന വാദം തെറ്റാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്രത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടും നഗരസഭയ്ക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഭരണസമിതിയുടെ ഗുരുതരമായ വീഴ്ചയാണ് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ തുക ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം തട്ടിയെടുത്തിട്ടും നഗരസഭ കണ്ടെത്തിയ ഒരു സംഭവമല്ല ഇത്. പിന്നീട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ഇത് അന്വേഷണത്തിന് ഓഡിറ്റ് വിഭാഗം ഉത്തരവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അല്ലാതെ ഭരണസമിതിയുടെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല ഈ തട്ടിപ്പ് വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ തട്ടിപ്പ് നടത്തിയതിനു ശേഷം ഈ അഖിൽ സി വർഗീസ് ഒരിക്കൽ പോലും ഒളിവിൽ കഴിയുന്ന വേളയിൽ അദ്ദേഹം ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. മുന്തിയ ഹോട്ടലുകളിലാണ് താമസിച്ചത്. മാത്രമല്ല തട്ടിയെടുത്ത തുക കൊണ്ട് മുന്തിയ ഇനം ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുകയും കാർ വാങ്ങുകയും വീടും സ്ഥലവും വാങ്ങുകയും വീടിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എടുത്ത ഈ പണം പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടല്ല ഇദ്ദേഹം പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം നടത്തിയ പണമിടപാടുകൾ എന്ന് പറയപ്പെടുന്നത് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ഒളിവിൽ പോയ സമയത്ത് ഇദ്ദേഹം ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുകയോ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ പിടികൂടാൻ കാര്യങ്ങൾ എളുപ്പമാകുമായിരുന്നു. അത്തരത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ എന്ന നിലയിലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്രയും കോടി രൂപ പോയിട്ടും ഈ നഗരസഭ അറിഞ്ഞില്ലെന്ന വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിജിലൻസ് സംഘം. ഇതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പ് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇദ്ദേഹത്തെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ അന്ന് നഗരസഭയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. സെക്രട്ടറിക്ക് കൃത്യമായ ഇമെയിൽ സന്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ വിജിലൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടറിയും കൂടി ഇരുത്തി അഖിൽ സി വർഗീസിന് മുമ്പിലിരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അവധി. ഓക്കെ, ശരി സനോജ്, ഏതായാലും നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. UDF ഭരണസമിതി മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അറിവോടെ തന്നെയാണ് ഈ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ നേതാവായ നഗരസഭയുടെ വൈസ് ചെയർമാൻ തന്നെ പലവട്ടങ്ങളിൽ ഈ അഴിമതിയെക്കുറിച്ച് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുള്ളതാണ്. അത് നമ്മുടെ മുൻപിലൊക്കെ ഉണ്ട്. ഗോപകുമാറിനോ മറ്റോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അത്ര വ്യക്തതയില്ല. പക്ഷേ അങ്ങനെ എന്തോ ആണ്. അദ്ദേഹം നേരത്തെ തന്നെ അത് തുറന്നു പറച്ചിൽ
നടത്തുകയും ചെയ്തത് നമ്മുടെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്രമാത്രം അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര വാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് നൽകിയിരിക്കുന്നു. ഒന്നോർക്കുക, സംസ്ഥാനത്ത് പ്രതിപക്ഷത്താണ് UDF ഇരിക്കുന്നത്. ആ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് ഇത്രയധികം അഴിമതികൾ അവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ വിദൂര സാധ്യതയെങ്കിലും അവർക്ക് ഭരണം കിട്ടാനുണ്ടെങ്കിലോ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? പൊതുസമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഏതായാലും സനോജാണ് കോട്ടയത്തെ ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.